റസ്മിനും ശ്രീതു അപ്പം നൈറ്റ് സംസാരിച്ചപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, ഞാനും ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ എനിക്ക് എല്ലാം ആ രീതിയിൽ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ. ജാസ്മിനെയും ഗബ്രിയുടെ ഇതിൽ റസ്മിൻ കൺഫ്യൂസ്ഡ് ആയിരുന്നപ്പോൾ അവർ ചെയ്യണ എല്ലാം കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരുന്നു റസ്മിനുള്ളതെന്നൊക്കെ. അപ്പൊ നിനക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ റസ്മിൻ പറയുന്നുണ്ട് ശ്രീതുവിനോട്. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായതുകൊണ്ട് നിനക്ക് എല്ലാം അങ്ങനെ തോന്നുമെന്നൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ശ്രീതു പറയുന്നത്, ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞതിൽ ജാസ്മിനും ഉണ്ട് എന്നുള്ളതാണ്. ജാസ്മിൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിൻ അങ്ങനെയൊന്നും അല്ല, ഫേക്ക് അല്ല എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞ ജാസ്മിൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ. അന്ന് ജാസ്മിനും ഗബ്രി ഉള്ളപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായി എന്നൊക്കെ പറയും. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, ഇപ്പൊ ഗബ്രി ഇല്ലല്ലോ എന്നുള്ളതൊക്കെ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നാണ് ശ്രീതു പറയണത്. പിന്നെ റസ്മിൻ അപ്പൊ ജാസ്മിനും ഗബ്രിയുടെയും ടോപ്പിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴത്തേക്കും ശ്രീതു പറയും, ഇനി ആ ടോപ്പിക്ക് പറയണ്ട, കഴിഞ്ഞ പോയതല്ലാതെ വേണ്ടാന്ന് പറയും, ഗബ്രിയുടെ കാര്യം പറയണ്ടെന്ന് പറയും. അപ്പൊ റസ്മിൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജാസ്മിന് നീയും അർജുനും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ അടുക്കളയുടെ അവിടെ വെച്ച് ഇവർ രണ്ടുപേരും പാട്ട് പാടുമ്പോ ജാസ്മിൻ നിങ്ങൾ രണ്ടുപേരെ നോക്കിയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ റസ്മിൻ പറഞ്ഞു വരുവാണ് ശ്രീതുവിനോട്. എന്നിട്ട് ഇപ്പൊ റസ്മിൻ പറയുന്നുണ്ട്, ഇപ്പൊ അവര് ഒരു ടീമിലാണല്ലോ, അപ്പൊ നിനക്ക് അങ്ങനെ ഒരു ഇതെന്നുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോഴത്തേക്കും ശ്രീതു പറയുന്നുണ്ട്, അങ്ങനെ പറയണ്ട, ആ ടോപ്പിക്കിലേക്ക് പോകണ്ട എന്നുള്ളത്. അപ്പൊ അർജുനും ജാസ്മിനും തമ്മിൽ ക്ലോസ് ആയപ്പോ ശ്രീതുവിന് പൊസസീവ്നെസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് റസ്മിൻ സംസാരിക്കാൻ വരുന്നത്. ശ്രീതുവിന് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ശ്രീതു പറഞ്ഞു അതിലേക്ക് പോകണ്ട എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ശ്രീതു പറയുന്നുണ്ട്, ജാസ്മിൻ ഇപ്പൊ എന്ത് കാണിക്കാൻ വേണ്ടി ചെയ്യണയാണോ അല്ലെങ്കിൽ ഒന്നും എനിക്കൊരു കുന്ത്രാണ്ടവും ഇല്ല എന്നുള്ളത്. അപ്പൊ ശ്രീതുവിന് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. പിന്നെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു, അവള് ഒരുപാട് ഹേർട്ടായിട്ടുള്ളതാണ്, ഇനി ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ. പിന്നെ റസ്മിനോട് ശ്രീതു എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ആരോടും പറയരുത്, അർജുനോടൊന്നും പറയരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. ശ്രീതുവിനപ്പം അമ്മ പറഞ്ഞത് കൂടാതെ പൊസസീവ്നെസ് ആണോന്ന് അറിയില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?